ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിന്ദുട്ടി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീട്ടിലേക്ക് പോവാം. കമോൺ. ഹലോ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തേക്കാണ്. ബോൺലെസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് മസാലകൾ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ വേറെ ഉള്ളിയോ തക്കാളിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നല്ല ചില്ലി പൗഡറാണ്. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പം നമുക്കിത് ബോയിൽ ചെയ്യാൻ വെക്കാം. ഞാൻ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വെക്കാം. മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായി. സ്പൂണൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇതിലാവശ്യത്തിന് കല്ലുപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഇതിൽ നിന്ന് വരും. ഒരു 5-6 അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഞാൻ 6-7 വിസിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം, കുറച്ച് കൂടുതൽ കറിവേപ്പിലയും വേണം. അപ്പം നാടനായിട്ടാണ് നമ്മൾ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ബീഫ് റോസ്റ്റാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ കേട്ടോ. നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടോ, വെള്ളം ഒഴിക്കാതെ തന്നെ അതിൽ വെള്ളമുണ്ട്. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പം അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില നന്നായിട്ട് ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് അതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഈ തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ ബീഫിലിങ്ങനെ പെരണ്ട് നല്ല അടിപൊളിയായിട്ടൊരു കളറായി വരണം. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട്
ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. എന്താ മക്കളെ മണം, നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ ക്യാമറമാൻ്റെ വായിലൊക്കെ ഇങ്ങനെ കപ്പലോടുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം കേട്ടോ. കറക്റ്റാണ്, നല്ല എരിവുണ്ട്. അപ്പം ഞാൻ നല്ല മുളക് പൊടിയല്ലേ ചേർത്തത്. നിങ്ങൾക്ക് എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം, കുറച്ച് നല്ല കളറും ഉണ്ടാവും. നമ്മൾ വേറെ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. നല്ല എരിവിലല്ലേ ഇങ്ങനെ ബീഫൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഞാൻ ഇറക്കുന്നത് കേട്ടോ. ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും മോരുകറിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, എന്നാലും ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ആഡ് ചെയ്ത് കൊടുക്കാം. ആഹാ, എന്താ ഒരു ഭംഗി. ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിക്കുന്ന ടൈമിൽ മാത്രം നമ്മളിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ ഈ കറിവേപ്പിലയുടെ നല്ല മണമൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആവും. നമുക്കിത് അടച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇനിയും സിമ്പിളായിട്ടുള്ള വിഭവമായി ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം ഇന്ദു.